ഹലോ, ഇന്നത്തെ വീഡിയോയിൽ +1 മാത്സിന് എല്ലാ പാഠത്തിൽ നിന്നും എന്തായാലും പഠിക്കേണ്ട ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പാഠം സെറ്റ്സ്. അതിലപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് സബ്സെറ്റ്സ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ സബ്സെറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 2n. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇപ്പോൾ എയിൽ 1 2 3 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 2�3 8 കിട്ടും നമുക്ക്. ഇനി രണ്ടാമത് ഈ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഭാഗമാണ് ഇൻ്റർവെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഓപ്പണും ക്ലോസ്ഡും ഇൻ്റർവെലാണുള്ളത്. അപ്പോൾ അതിൽ നമ്മുടെ മോഡൽ എക്സാമിന് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ചോദ്യം. -3 0 വന്നാൽ അത് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുകയാണെങ്കിൽ എക്സ് സച്ച് ദാറ്റ് -3 <x <0 എന്നാണ് വരിക. ഇനി അതുപോലെ ക്ലോസ്ഡ് വരികയാണെങ്കിൽ <= വരുന്നുള്ളത് ഓർത്താൽ മതി. 6 വന്നപ്പോൾ <= വന്നു. ഇനി ഒരു ഓപ്പണും ഒരു ക്ലോസ്ഡും വന്നു കഴിഞ്ഞാൽ 6 <x <= 12. പിന്നെ ഇനി നമ്മൾ ഇത് തന്നെ റോസ്റ്റർ ഫോമിലേക്ക് എഴുതാനും ചോദിക്കും. സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ട് അത് റോസ്റ്റർ ഫോമിലേക്ക് എഴുതുമ്പോൾ -4. അപ്പോൾ <= വന്നു കഴിഞ്ഞാൽ അത് ഓപ്പൺ ബ്രാക്കറ്റ് ഇടുക. ഇനി <= വന്നാൽ ക്ലോസ്ഡ് ബ്രാക്കറ്റ് കൊടുക്കുക. ഇനി നമ്മുടെ ഡി മോർഗൻസ് ലോ വെരിഫൈ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ അത് A യൂണിയൻ B ഹോൾ ഡാഷ് = A' ഇൻ്റർസെക്ഷൻ B'. അപ്പോൾ ഈ തന്നിരിക്കുന്നതിന് നമ്മൾ ആദ്യം A യൂണിയൻ B കണ്ടുപിടിക്കാം. A യൂണിയൻ B എങ്ങനെ കണ്ടുപിടിക്കാം? U - A യൂണിയൻ B. എന്നിട്ട് A' കണ്ടുപിടിക്കുക. അത് U'ന്ന് A കുറയ്ക്കുക. B' കണ്ടുപിടിക്കുക. U'ന്ന് B കുറയ്ക്കുക. ഇനി അത് തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കുക. സെറ്റ് പാഠത്തിൽ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് വെൻ ഡയഗ്രാം വരയ്ക്കാനായിട്ട്. അപ്പോൾ A യൂണിയൻ B ഹോൾ ഡാഷ് എന്ന് പറഞ്ഞാൽ അത് U' A യൂണിയൻ B ആണ്. അപ്പോൾ നമ്മൾ ആദ്യം A യൂണിയൻ B വരയ്ക്കണം. U'ന്ന് ഈ A യൂണിയൻ B കുറയ്ക്കുക. അതെങ്ങനെയാണ്? ഇതാണ് നമ്മുടെ ഇത് U, ഇതിൽ A, പിന്നെ B, ഇത് Aയും Bയും. അപ്പോൾ ഇത് രണ്ടും കുറച്ചിട്ട് ഈ ഭാഗങ്ങളാണ് A യൂണിയൻ B എന്ന് പറയുന്നത്. ഇതാണ് A യൂണിയൻ B. അപ്പോൾ U'ന്ന് അത് കുറച്ചാൽ അപ്പോൾ നമുക്ക് ഈ ബാലൻസ് കിട്ടുന്ന പോർഷനായിരിക്കും വരിക വെൻ ഡയഗ്രമായിട്ട്. ഇനി ഇതിൽ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. നമുക്ക് കുറച്ച് പീപ്പിൾ, ഇപ്പോൾ 400 പീപ്പിൾ ഉണ്ട് നമ്മുടെ കയ്യിലൊരു ഗ്രൂപ്പിൽ. അതിൽ 250 പേർക്ക് ഹിന്ദി സംസാരിക്കുന്നവർ, 200 പേര് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും സംസാരിക്കുന്നവർ എത്ര പേരാണെന്നാണ് ചോദിക്കണേ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഒന്ന് ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ എളുപ്പം നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടും. 400 പീപ്പിളാണ് അതിൽ നമ്മുടെ കയ്യിൽ നമുക്ക് ഉള്ളത്. അതിൽ 250 പേര് ഹിന്ദിയും 200 പേര് ഇംഗ്ലീഷും സംസാരിക്കുകയാണെങ്കിൽ എത്ര പേര് ഇത് രണ്ടും കൂടി സംസാരിക്കുക? അപ്പോൾ 250ൻ്റെ കൂടെ 200 കൂട്ടും. അപ്പോൾ നമുക്ക് 450 കിട്ടും. അത് ഈ 400ന്ന് കുറച്ചാൽ 50 കിട്ടും. അതാണ് ഇതിലെ ഇൻ്റർസെക്ഷൻ വരുന്നത്. അതിന് ഈ ഇക്വേഷൻ വെച്ച് ചെയ്താൽ മതി. നമുക്ക് N of A യൂണിയൻ B = N of A + N of B - N of A ഇൻ്റർസെക്ഷൻ B. തന്നിരിക്കുന്നത് ഇപ്പോൾ ഹിന്ദിയും ഇംഗ്ലീഷും ആയതുകൊണ്ട് N of H യൂണിയൻ E എന്ന് കൊടുക്കുക. എന്നിട്ട് = N of H + N of E മൈനസ് അത് രണ്ടും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ. അപ്പോൾ നമുക്കിതിൽ ഇൻ്റർസെക്ഷൻ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അതിനെ ഇട്ടിട്ട് ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി, നമുക്കിത് കിട്ടും. ഇത് എന്തായാലും ഇങ്ങനെ കുറേ വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് നോക്കിക്കോളാം. അപ്പോൾ നമ്മുടെ ഒന്നാം പാഠം കഴിഞ്ഞു. ഇനി രണ്ടാം പാഠം. അപ്പോൾ അതിൽ എന്തായാലും നോക്കേണ്ട ഒരു ചോദ്യമാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എങ്ങനെ കാണാം? അപ്പോൾ 1 ഇങ്ങോട്ട് ഒരു ആരോ ഇടുക. A × B ആണ് കാണുന്നതെങ്കിൽ ആദ്യം ഇത് ചെയ്യാം. അപ്പോൾ 1 6 എഴുതുക. 1 6, പിന്നെ 1 7. ഇനി ഇതൊക്കെ 2ൻ്റെ ഏരോ കൊടുത്തിട്ട് അങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടും. എളുപ്പമുള്ള ചോദ്യം എന്തായാലും മിസ് ചെയ്യരുത്. ഇനി നമുക്ക് ഇമേജ്, പ്രീ ഇമേജ്, ഡൊമൈൻ, റേഞ്ച്, കോഡൊമൈൻ ഇതൊക്കെ ചോദിക്കും. ഇമേജ് എന്ന് പറയുന്നത് ഒരു റിലേഷനിൽ അല്ലെങ്കിൽ ഒരു സെറ്റിൽ രണ്ടാമത്തെ എലമെൻ്റ് ആണ് ഇമേജ് എന്ന് പറയുന്നത്. അതിന് മുന്നുള്ളതാണ് പ്രീ ഇമേജ്. ഡൊമൈൻ എന്ന് പറയുന്നത് അതിലെ ഫസ്റ്റ് എലമെൻ്റ് ആണ്. റേഞ്ച് എന്ന് പറയുന്നത് സെക്കൻഡ് എലമെൻ്റ് ആണ്. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആ എൻ്റയർ സെറ്റിനെയാണ് പറയുന്നത്. ഇനി നമ്പർ ഓഫ് റിലേഷൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 2n of A × n of B. n of A എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ A ക്രോസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ B. ഇനി പാഠത്തിൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് റിലേഷൻ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമുക്കൊരു റിലേഷൻ കണ്ടുപിടിക്കാനായിട്ട് 6 തന്നിട്ടുണ്ട്. അത് നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതുക. എന്നിട്ട് അതിൻ്റെ ഡൊമൈനും റേഞ്ചും ഒക്കെ എഴുതാം. നാച്ചുറൽ നമ്പേഴ്സാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളതിൽ റിലേഷൻ കണ്ടുപിടിക്കാം ആദ്യം. അപ്പോൾ റിലേഷൻ കണ്ടുപിടിച്ചു 1 6 2 7 3 8. അപ്പോൾ ഇതിൽ ഡൊമൈൻ എന്ന് പറയുന്നത് ഇതിൽ ഫസ്റ്റ് എലമെൻറ്റ്സ് ആണ് 1 2 3. റേഞ്ച് എന്ന് പറയുന്നത് 6 7 8 സെക്കൻഡ് എലമെൻറ്റ്സ് ആണ്.
പിന്നെ ഈ പാഠത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫങ്ഷൻസ്, അതിൻ്റെ ഗ്രാഫുകൾ പഠിക്കാൻ. അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, അതെന്തായാലും നിങ്ങൾ പഠിക്കണം. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ എന്തായാലും വരുന്നതായിരിക്കും എക്സാം. ഇനി നമ്മൾ മൂന്നാമത്തെ പാഠമാണ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. അപ്പോൾ ഇതിലെന്തായാലും റേഡിയനും കൺവേർട്ട് ചെയ്യാനായിട്ടുള്ളത് എന്തായാലും പഠിച്ചിരിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് റേഡിയനിൽ തന്നിരിക്കുന്നതാണെങ്കിൽ ഇൻറ്റു 180/π. ഇനി ഡിഗ്രിയിൽ തന്നിരിക്കുന്നതാണെങ്കിൽ π/180 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എളുപ്പം കിട്ടുന്ന ചോദ്യമാണ്. ഇനി നമ്മളിതിൽ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആണ്. സൈനും കൊസീക്കുമാണ് വരുന്നത്. അപ്പോൾ 1/sin x കിട്ടിയാൽ നമുക്ക് കൊസീക്ക് x കിട്ടും. അപ്പോൾ ഇതൊന്ന് എല്ലാവരും പഠിച്ചു വയ്ക്കുക. ഇതുകൂടി പഠിച്ചോളൂ. ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആണ്. ഇതെല്ലാവരും പഠിക്കേണ്ട വേണം, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി വാല്യൂസ് ആണ്. സൈൻ്റെ വാല്യൂ, കോസിൻ്റെ വാല്യൂ ഒക്കെ. അപ്പോൾ ഇതിലൊരു ട്രിക്ക് പഠിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ sin 1/2 1/√3/2 ഇത് പഠിച്ചു വയ്ക്കുക. സൈനിൻ്റെ 30, 45, 60 എന്നുള്ളതിൽ ഇതിൻ്റെ തന്നെ റിവേഴ്സ് ഓർഡറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ √3/2 ആദ്യം 1/√, ഇതിൻ്റെ തന്നെ റിവേഴ്സ് ഓർഡറിൽ പോവുക. അപ്പോൾ നമുക്ക് കോസിൻ്റെ കിട്ടും. അപ്പോൾ അതൊന്നും അങ്ങനെ ഓർത്തൊക്കെ വെച്ചിരിക്കുക, അതാണ് നല്ലത്. പിന്നെ കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വാല്യൂസ് അടിച്ചു കൊടുത്താൽ കിട്ടും. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ക്വാഡ്രൻസ് പഠിക്കുന്നത്. അപ്പോൾ അതിന് ക്വാഡ്രൻസ് പഠിക്കാൻ ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി എന്ന് പറഞ്ഞൊരു ഇത് ആണ് എല്ലാവരും പഠിക്കുക. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇതിൽ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ ഓൾ പോസിറ്റീവ്, സ്റ്റുഡൻസ് എസ്, അപ്പോൾ അതിൽ സൈൻ പോസിറ്റീവ്, കൊസീക്ക് പോസിറ്റീവ്, ടാൻ പോസിറ്റീവ്, കോട്ട് പോസിറ്റീവ്, കോഫിയുടെ സിയിൽ കോസ് പോസിറ്റീവ്, സീക്ക് പോസിറ്റീവ്. ഇത് ഓർത്ത് വയ്ക്കുക, ഇതിൻ്റെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരും. ടാൻ്റെ വാല്യൂസ് കൂടി പഠിക്കുക. പിന്നെ ഇതാ ക്വാഡ്രൻസ് വെച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ക്വാഡ്രൻസ് പഠിച്ചാൽ മാത്രമേ ഈ ചോദ്യം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏത് ക്വാഡ്രൻറ്റിലത് കോട്ടെക്സ് ഈക്വൽ ടു കോട്ടെക്സ് അല്ല കോസെക്സ് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് എല്ലാവരും ക്വാഡ്രൻസ് കറക്റ്റാക്കി പഠിച്ചാൽ അതെന്താ ഏത് വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ സമ്മാണ് പഠിക്കുന്നത്. ഇതെന്തായാലും കാണാണ്ട് പഠിക്കുക എല്ലാവരും. പിന്നെ ടാനിൻ്റെയും പഠിക്കുക. ടാനിൻ്റെ എന്തായാലും പഠിച്ചോളൂ, 2 എണ്ണമല്ലോ, അത് പഠിച്ചോളൂ. പിന്നെ ഇത് പഠിക്കുക. അപ്പോൾ അതെ π/2 വരികയാണെങ്കിൽ അത് കോ ഫംഗ്ഷൻ ആയിരിക്കും, ഓപ്പോസിറ്റാണ് ഫംഗ്ഷൻ വരിക. എന്നാൽ പൈ വരികയാണെങ്കിൽ അത് സെയിം ഫംഗ്ഷൻ ആയിരിക്കും. ഇത് ആലോചിക്കുക. π/2 3π/2 അങ്ങനെയൊക്കെ വന്നാൽ കോ ഫംഗ്ഷനാണ്. എന്നാൽ 2π - 2π+ അതൊക്കെ വരികയാണെങ്കിൽ സെയിം. ഇനി ടാനിൻ്റെ ഈ സമ്മിൻ്റെ ഇത് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ tan 15 കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ നമുക്ക് tan 15 കണ്ടുപിടിക്കാൻ പറ്റുക? tan 45 നിന്ന് tan 30 കുറച്ചാൽ പോരെ. അപ്പോൾ tan a - tan b / 1 + tan 45 × tan 30. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്കിത് കിട്ടും. ഇവിടെ വരെ എഴുതിയാലും മതി. പിന്നെ ഇതിൻ്റെ കോൺജുഗേറ്റ് വെച്ച് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാണിത്. ഇവിടെ പ്ലസ് വന്നപ്പോൾ അതിനെ മൈനസ് വെച്ചിട്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് നമുക്കൊരു ആൻസർ കിട്ടും. ഈ ചോദ്യമൊക്കെ എളുപ്പമുള്ള ചോദ്യം, എന്തായാലും വിട്ടുകളയും. ഈ ചോദ്യം ഒന്ന് നോക്കിക്കോളാം എല്ലാവരും. ഇത് നമുക്ക് ഇതിൻ്റെ സമ്മ് ചെയ്യാനായിട്ട് സൈനിൻ്റെ സമ്മ് കോസിൻ്റെ ഒക്കെ സമ്മ് ചെയ്യാൻ അറിഞ്ഞാലാണ് നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം സൈൻ c + sin d കാണുക, പിന്നെ cos c + cos d കാണുക. എന്നിട്ട് നമുക്ക് ഈ tan 2x നമ്മൾ എത്താം. അപ്പോൾ അത് പ്രൂവ് ചെയ്ത് കഴിയും. ഇനി കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 5ാമത്തെ പാഠമാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ഇക്വേഷൻസ് ഐയുടെ വാല്യൂസ് പഠിച്ചാൽ മതി. i എന്ന് പറഞ്ഞാൽ √-1, i² എന്ന് പറഞ്ഞാൽ -1, i³ എന്ന് പറഞ്ഞാൽ -i, i⁴ എന്ന് പറഞ്ഞാൽ +1, i⁴n എന്ന് പറഞ്ഞാൽ +1 എന്നുള്ളതൊന്ന് പഠിച്ച് വയ്ക്കുക. പിന്നെ ഇതിൽ ഓർത്തിരിക്കേണ്ടത് z = a + ib എന്നുള്ള ഫോമിലേക്കാണ് നമുക്കിതിലെല്ലാതും ആക്കേണ്ടി വരിക. അപ്പോൾ നമ്മൾ ഇത് സ്റ്റേഷനറി പാർട്ടും ഇമേജിനറി പാർട്ടും ആണ്. അപ്പോൾ അത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് തന്നിരിക്കുന്നതിനെ അങ്ങനെ ആക്കിയാൽ മതി. ഇനി ഇതിൽ 3 ഇക്വേഷൻ ഉണ്ട്. മോഡ് ഓഫ് z കണ്ടുപിടിക്കാൻ √a² + b². ഇനി z⁻ കണ്ടുപിടിക്കാൻ a - ib, z−1 കണ്ടുപിടിക്കാൻ z⁻/mod z². ഇത് 3ഉം എല്ലാവരും എന്തായാലും പഠിച്ചിരിക്കണം. പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് z−1 ഒക്കെ കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം z⁻ കണ്ടുപിടിക്കണം, പിന്നെ mod z കണ്ടുപിടിക്കണം, അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. ഇതേ ഇപ്പം മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുകയാണെങ്കിൽ ആദ്യം z−1. അപ്പോൾ നമ്മൾ z = ആണ് √5 + 3a. അപ്പോൾ a എന്ന് പറയുന്നത് √5, b 3 ആണ്. അപ്പോൾ നമ്മൾ അതിലാദ്യം z⁻ കണ്ടുപിടിക്കുക. z⁻ അപ്പോൾ ഇവിടെ പ്ലസ് തന്നെയാണ്, കാരണം z⁻ = നമുക്ക് കിട്ടുക √5 - 3i ആണ് വരും. ഇനി mod z കണ്ടുപിടിക്കാൻ നമ്മൾ √a² + b² ആണ്. അപ്പോൾ ഇവിടെ a² എന്ന് പറയുന്നത് √5 ആണ്, √5² + b എന്ന് പറയുന്നത് 3² അപ്പോൾ നമുക്ക് √5² എന്ന് പറയുന്നത് എത്ര?
5 തന്നെ കിട്ടും. ഇനി 5ൻ്റെ കൂടെ നമുക്ക് 3 സ്ക്വയർ 9 കിട്ടും. അപ്പോൾ റൂട്ട് 14 കിട്ടും. ഇനി നമുക്ക് ഇത് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കണമെങ്കിൽ സെഡ് ബാർ എന്ന് പറയുന്നത് റൂട്ട് 5 മൈനസ് 3i ബൈ റൂട്ട് 14. അപ്പോൾ അതിനെ നമ്മൾ ഇങ്ങനെ ആക്കി എഴുതാം. നമുക്ക് ഞാൻ ഇവിടേക്ക് എഴുതാം കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ റൂട്ട് 5/14 റൂട്ട് 14 റൂട്ട് 14ൻ്റെ ഇവിടെ സ്ക്വയർ ഉണ്ട് കേട്ടോ. റൂട്ട് 14 സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമുക്കത് 14 തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതുമ്പോൾ റൂട്ട് 5 മൈനസ് 3i ബൈ 14 എന്നാണ് വരിക. അപ്പോൾ അതിനെ നമ്മൾ ഇങ്ങനെ എഴുതാം, പിന്നെ ഇങ്ങനെ എഴുതാം. അതായത് റൂട്ട് 5/14 മൈനസ് 3i ബൈ 14 അങ്ങനെ കൊടുക്കുക. അടുത്ത പാഠം നമ്മുടെ 6ാമത്തെ പാഠമായി ലീനിയർ ഇന്നിക്വാളിറ്റീസ് ആണ്. അപ്പോൾ ഇതിൽ ഇന്നിക്വാളിറ്റീസ് സോൾവ് ചെയ്യാൻ പഠിച്ചാൽ മതി. ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട് 3x മൈനസ് 7 ഗ്രേറ്റർ ദാൻ 5x മൈനസ് 1. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എക്സുകളൊക്കെ ഒരു സൈഡിലേക്ക് ആക്കാതെ കണ്ട. ഇനി ഇവിടെ നമ്മുടെ നമ്പേഴ്സിനൊക്കെ ഒരു സൈഡിലേക്ക് ആക്കാം. എന്നിട്ട് നമ്മൾ എക്സിനെ കുറയ്ക്കുക, എന്നിട്ട് അത് ഗ്രേറ്റർ ദാൻ ഇടുക. ഇനി ഇവിടെ ഒരു വ്യത്യാസം വന്നത് കണ്ടോ? ഇവിടെ അതേ കണ്ട സൈൻ ഓഫ് ഇന്നിക്വാളിറ്റി റിവേഴ്സ് ചെയ്തു. അതെന്തുകൊണ്ടാണ്? ഇവിടെ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ആക്കി. എന്തുകൊണ്ടാണ്? നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഇവിടെ ഡിവൈഡ് ചെയ്യും ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഓഫ് ഇനിക്വാളിറ്റി റിവേഴ്സ് ആവും. അപ്പോൾ നമുക്ക് എക്സ് ലെസ് ദാൻ -3 കിട്ടി. ഇവിടെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് -3നേക്കാളും ചെറുതാണ്. അപ്പോൾ -3 വരെയാണ് നമുക്ക് പറ്റുക. -∞ തൊട്ട് -3 വരെ നമുക്ക് പറ്റുള്ളൂ. ഇനി ഒരു ചോദ്യം കൂടി ഈ പാഠത്തിൽ തന്നെ ഉൾപ്പെടുത്തി ഇത് ഒന്ന് സോൾവ് ചെയ്യാൻ. അപ്പോൾ ഇതൊരു വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ ഇത് രണ്ടെണ്ണം ഇങ്ങനെ ഡിവിഷനായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും LCM ചെയ്താൽ മതി. അപ്പോൾ LCM ഇവിടെ നമുക്ക് കിട്ടും 5 × 3 50. അപ്പോൾ നമ്മളിത് സാധാരണ പോലെ സോൾവ് ചെയ്യാം. അപ്പോൾ അതായത് 3/5 × x - 2 3x മൈനസ് ഈ 3നെ എക്സിന് മാത്രമല്ല ഈ 2നെ കൂടി മൾട്ടിപ്ലൈ ചെയ്തോളൂ. 3x - 6/5 കിട്ടും. ഇനി നമ്മൾ ഇതിനെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഇതിനെ വെട്ടി ചെറുതാക്കി, അപ്പോൾ 15നെ 5നെ വെട്ടി ചെറുതാക്കി. അപ്പോൾ 3 × 3x - 6 കിട്ടും. 5 × 10 - 5x. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. 3 × 3x എന്ന് പറയുന്നത് 9x മൈനസ് 3 × 6. അപ്പോൾ എത്ര നമുക്ക് കിട്ടുക? 18. ഇനി നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 × 10. അപ്പോൾ നമുക്ക് 50 കിട്ടും. 50 മൈനസ് 5 × 5x. അപ്പോൾ 25x കിട്ടും. ഇനി നമ്മൾ ഇതിനെല്ലാത്തിനും നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സുകളൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ +25x ആയിരിക്കുന്നത് ഇങ്ങോട്ട് പോകുമ്പോൾ -25x ആയിരിക്കുന്നത് ഇങ്ങോട്ട് പോകുമ്പോൾ +25x ആവും. ഇനി അതിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ 18 -18 എന്നുള്ളത് അങ്ങോട്ട് പോകുമ്പോൾ +18 ആവും. അപ്പോൾ 50 18 കൂട്ടുമ്പോൾ നമുക്ക് 68 കിട്ടും. ഇനി ഇത് സാധാ പോലെ തന്നെ സോൾവ് ചെയ്താൽ മതി. ഇനി നമ്മൾ 7ാമത്തെ പാഠമാണ്. അപ്പോൾ 7ാമത്തെ പാഠത്തിൽ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനാണ്. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അത് ആദ്യം മനസ്സിലാക്കുക. അറേഞ്ച്മെൻറ്റ് എന്നാണ്. ഒരു വസ്തുക്കളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യില്ലേ, ലെറ്റേഴ്സിനെയൊക്കെ. അത് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ സെലക്ട് ചെയ്യാണ്. ഇപ്പോൾ 40 സ്റ്റുഡൻസിൽ നിന്ന് നമ്മൾ ഗേൾസിനെയും ബോയ്സിനെയൊക്കെ സെലക്ട് ചെയ്യില്ലേ, അതാണ്. ഇനി പെർമ്യൂട്ടേഷനിൽ 2 ഇക്വേഷൻ പഠിക്കാനുണ്ട്. റെപ്പിറ്റേഷൻ അലോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓർത്ത് വെക്കണം n⁻r ആണ്. അന്ന് റെപ്പിറ്റേഷൻ അലോ ചെയ്തില്ലെങ്കിൽ NPR കാണാം. NPR എങ്ങനെ കാണാം? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n - r ഫാക്ടോറിയൽ. ഇനി കോമ്പിനേഷൻ എങ്ങനെ കാണാമെന്നാണ്. NCR = n ഒരു r ഫാക്ടോറിയൽ കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിൽ ഓർത്തിരിക്കേണ്ട കാര്യം ഈ r എന്ന് പറയുന്നത് എപ്പോഴും n-നേലും വലുതാവാൻ പാടില്ല, n-നേലും ചെറുതോ അല്ലെങ്കിൽ n-ന് ഈക്വൽ ആവാനേ പാടുള്ളൂ. ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കി നോക്കാം. എത്ര ഡിജിറ്റ് 3 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? ഈ നമുക്ക് 6 ഡിജിറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ഈവൻ നമ്പർ ആവണം. 2 കാര്യങ്ങളാണ് ഇവർ പറഞ്ഞത്. 3 ഡിജിറ്റ് ആവണം, ഈവൻ നമ്പേഴ്സ് ആവണം. അപ്പോൾ ഈവൻ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ 3 ബോക്സ് ആയിട്ട് വരച്ച് വയ്ക്കാം. റിപ്പീറ്റേഷൻ അലൗഡ് ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ 6 സംഖ്യകളാണുള്ളത്. അപ്പോൾ ഈ യൂണിറ്റ് പ്ലേസിൽ മാത്രമല്ല ഈവൻ നമ്പേഴ്സ് നമ്മൾ നോക്കാം. ഒരു സംഖ്യ ഇപ്പോൾ 342 ഇത് ഈവനാന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഈവൻ നമ്പർ ആയതുകൊണ്ട്. അപ്പോൾ റിപ്പീറ്റേഷൻ അലൗഡ് ആണെങ്കിൽ ഇവിടെ നമ്മൾക്ക് ഇതിൽ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട്? 2, 4, 6 3 ഈവൻ നമ്പർ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. എന്നാലാണിത് 3 ഡിജിറ്റ് ഈവൻ നമ്പർ ആവും. എന്നാൽ ഇത് നമുക്ക് റിപ്പീറ്റേഷൻ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ടോട്ടൽ 6 എണ്ണം ഉണ്ട്. അപ്പോൾ ഇവിടെ മാറും, ഇവിടെ മാറും. അപ്പോൾ 6 × 6 × 3 ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും.
ഈ പ്രോബ്ലം ഒന്ന് നോക്കി നോക്ക്. ഇത് നമുക്ക് കോമ്പിനേഷൻ്റെ ഒരു പ്രോബ്ലമാണ്. നമുക്ക് തന്നിരിക്കുന്നത് 3 ബോയ്സ് 3 ഗേൾസാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. എത്ര ബോയ്സ് ഉണ്ട്? 5 ബോയ്സിൽ നിന്ന് നമ്മൾ 3 ഗേൾസ് സെലക്ട് ചെയ്യണം. അതുപോലെ 4 ഗേൾസിൽ നിന്ന് നമ്മൾ 3 ഗേൾസ് സെലക്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെ ഇത് കാണാം? നല്ല എളുപ്പം. 5 ബോയ്സാണുള്ളത്. അപ്പോൾ 5C3 നമ്മൾ അതിന് 3 സെലക്ട് ചെയ്യണം. ഇൻറ്റു 4 ഗേൾസിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്യണം. അപ്പോൾ 4C3 ഇത് കണ്ടാൽ നമുക്ക് ഉത്തരം കിട്ടും. ഇനി നമുക്ക് ഇതിലെ ലെറ്റേഴ്സ് ഒരുമിച്ച് നിൽക്കണതിൻ്റെ ഒരു പ്രോബ്ലം കൂടിയാണ് നോക്കാനുള്ളത്. ഇത്ര പ്രോബ്ലംസ് തന്നെ നിങ്ങളൊന്ന് മോഡൽ പേപ്പറിലൊക്കെ നോക്കിയൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടൂട്ടാ. എന്നാണ് ഇതിൽ അടുത്ത പ്രോബ്ലം എന്ന് പറഞ്ഞത്. അപ്പോൾ മിസിസിപ്പി എന്ന് പറഞ്ഞൊരു വേർഡ് തന്നു. ഇതിലെ വവൽസ് ഒക്കെ ടുഗദർ അല്ലാത്തതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിലായും തന്നെ ഒരു ചോദ്യം ചോദിക്കാം, എത്ര അറേഞ്ച്മെൻറ്റ്സ് പോസിബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ടത് എന്താണ്? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ p1 ഫാക്ടോറിയൽ ഇൻറ്റു p2 ഫാക്ടോറിയൽ ഇൻറ്റു p3 ഫാക്ടോറിയൽ എക്സെട്രയാണ് pn ഫാക്ടോറിയൽ വരെ. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യേണ്ടത്? സെയിം ലെറ്റേഴ്സ് റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ലെറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷനാണ് അറേഞ്ച്മെൻറ്റ് കാണാനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ അറേഞ്ച്മെൻറ്റ്സ് കിട്ടും. ഇനി ഇതിൽ ചോദിച്ചിരിക്കുന്നത് വവൽസ് ആയിട്ട് ഇതിൽ 4 എണ്ണമാണുള്ളത്. ഇത് ഒക്കെ ടുഗദർ ആവാൻ പാടില്ല. അങ്ങനെ അത് കണ്ടെത്തണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം അത് ഒരുമിച്ചിരിക്കുമ്പോൾ എത്ര നമുക്ക് അറേഞ്ച്മെൻറ്റ് പോസിബിൾ ആണെന്ന് കിട്ടണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇതിൽ ഈസി ട്രിക്കാണ് ഞാൻ പറയുന്നത്, 4 അതിനെ നമ്മൾ ഒരുമിച്ച് നിർത്താം. എന്നിട്ട് പിന്നെ 4 S ഉണ്ട്, പിന്നെ P ഉണ്ട്, ഒരു M ഉണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ 1 2 3 4 5 6 7 8. ഇപ്പോൾ നമുക്ക് 8 ഫാക്ടോറിയൽ കിട്ടി. ഇതിനെ 4 ഒരുമിച്ച് കൊടുക്കാം. ഇനി ഇതിൽ നോക്കി ഇത് 4 സെയിം അല്ല. ഇത് എത്ര തിരിച്ചിട്ടാലും 4 തന്നെയല്ലേ കിട്ടുള്ളൂ. അപ്പോൾ അതിന് നമുക്കൊന്നും നോക്കണ്ട. ഇനി അന്ന് 4 S അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിരിക്കില്ലേ? അപ്പോൾ ഇവിടെ 4 S ഉണ്ട്. അപ്പോൾ നമ്മൾ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 P ഉണ്ട് 2 ഫാക്ടോറിയൽ. എമ്മിന് നോക്കണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്ക് കിട്ടും. ഇത്രയാണ് നമുക്ക് ഓക്കർ ടുഗദർ. ഇനി ഈ ടോട്ടലിൽ നിന്ന് ഇത് നമ്മൾ മൈനസ് ചെയ്താൽ മതി, നമുക്ക് കിട്ടും ഉത്തരം. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ പാഠത്തിൽ ഇത്ര ചോദ്യങ്ങളാണുള്ളത്. ഇതൊക്കെ നന്നായി പ്രാക്ടീസ് ചെയ്താൽ കിട്ടും. ഇതുപോലത്തെ ഒരു ലെറ്ററിൻ്റെ ചോദ്യം നമ്മുടെ മോഡൽ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് നോക്കിക്കോളൂ. ഡിഡിൻ്റെ ഒക്കെ ടുഗദർ എന്ന് പറഞ്ഞാൽ ആദ്യം ഒക്കെ ടുഗദർ കണ്ടുപിടിക്കുക. അത് ഈ ടോട്ടലിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. ഇനി ഇമ്പോർട്ടൻ്റ് പാഠാണ് ബൈനോമിയൽ തിയറം. അപ്പോൾ അതിൽ ഈ 2 തിയറത്തിൻ്റെ ഇക്വേഷൻ പഠിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കി നോക്ക്. ഇതെന്തായാലും പഠിച്ചോളൂ. എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത്രയുള്ള ഈ വീഡിയോയിൽ 8 പാഠങ്ങളാണ് നമ്മൾ നോക്കി. ഈ പാഠത്തിൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, നന്നായി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.